മൊത്തം 7 പഞ്ചായത്തും ഒരു നഗരസഭയാണ് നിലമ്പൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലുള്ളത്. അതുകൊണ്ട് സ്ഥാനാർത്ഥി ആദ്യം ചെയ്യുന്നത് എത്ര തദ്ദേശ സ്ഥാപനങ്ങളുണ്ടോ ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തുക എന്നതാണ്. ആദ്യ ദിവസം സ്വരാജ് നിലമ്പൂർ നഗരസഭയിലാണ് പര്യടനം നടത്തിയെങ്കിൽ പിറ്റേ ദിവസം സ്വരാജിൻ്റെ ജന്മദേശമായ പോത്തുകല്ല് പഞ്ചായത്തിലായിരുന്നു. പിന്നീട് വഴിക്കടവ് പഞ്ചായത്ത്, ഇന്നലെ മൂത്തേട പഞ്ചായത്ത്, ഇന്ന് എടക്കര പഞ്ചായത്ത്. നാളെ അവധിയാണ്, പെരുന്നാളായതുകൊണ്ട് പിന്നീട് ഒരു 3 ദിവസം കൂടി 3 പഞ്ചായത്തുകൾ കൂടി സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കേണ്ടു. 10-ാം തീയതിയോടുകൂടി സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാക്കും. LDFിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും വീണ്ടും മണ്ഡലത്തിലേക്ക് സജീവമായി വരികയാണ്. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് എത്തിച്ചേരും. നാളെ പെരുന്നാൾ കഴിഞ്ഞ് മറ്റന്നാൾ മുതൽ മന്ത്രിമാരുടെ ഒരു കൂട്ടവരവ് മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. P രാജീവ്, വീണ ജോർജ് അടക്കമുള്ളവർ മണ്ഡലത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു, MP രാജേഷ് അടക്കമുള്ള എല്ലാ മന്ത്രിമാരും, സംസ്ഥാനത്തെ എല്ലാ മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഓരോ ദിവസവും മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ വോട്ട് തേടാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഇന്ന് LDFിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ കൂട്ടായ്മയാണ്. അത് വലിയ പ്രചരണ വിഷയമാക്കി മാറ്റുന്നുണ്ട്. ഈ ഇടതുമുന്നണി വീടാന്തരം കയറി വോട്ട് തേടുമ്പോൾ ആദ്യം പറയുന്നത് ഇത് ക്ഷേമ പെൻഷൻ കൈക്കൂലിയാണെന്നുണ്ടെങ്കിൽ കൈക്കൂലി അത് നിർത്തും എന്ന സൂചനയാണ് അവർ നൽകിയത്. 2500 രൂപയാക്കാനാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് വ്യാപകമായ പ്രചരണം ഇടതുമുന്നണി നിലമ്പൂരിലുടനീളം KC വേണുഗോപാലിൻ്റെ പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. പിന്നീടുള്ളത് ഇന്നലത്തെ പെരുന്നാൾ ഇതുമായി ബന്ധപ്പെട്ട വിവാദമാണ്. പെരുന്നാളിൻ്റെ അവധി ഇന്നത്തെ അവധി മാറ്റിയത് വലിയ പ്രചരണ വിഷയമാക്കി UDF ഇന്നലെ മാറ്റിയിരുന്നു. അതിനുള്ള മറുപടി ഇന്ന് രാവിലെ M സ്വരാജ് നൽകിയിട്ടുണ്ട്. മറ്റ് മുതിർന്ന നേതാക്കളുടെ പ്രതികരണം വരുന്ന സമയങ്ങളിൽ ഉണ്ടാവുകയും ചെയ്യും. മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളൊക്കെയാണ് UDF ക്യാമ്പ് നടത്തുന്നത്. UDFിൻ്റെ ക്യാമ്പിൽ ഇന്നും നാളെ അവർക്ക് അവധിയാണ്. പെരുന്നാളായതുകൊണ്ട് അവർക്ക് പ്രചരണത്തിലേക്ക്, നേതാക്കന്മാരുടെ ഒരു പ്രചരണ പരിപാടിയിലേക്ക് അവർ കടക്കുന്നില്ല. പല നേതാക്കന്മാരും പെരുന്നാളായതുകൊണ്ട് നാട്ടിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി പക്ഷേ ഈ വ്യക്തികളെ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ് ഉള്ളത്. ഇന്നും നാളെയുമാണ് അവധി. മറ്റന്നാൾ മുതൽ വീണ്ടും തെരഞ്ഞെടുപ്പ് രംഗം സജീവമാകും. നാളെയാണ് ഇടതുമുന്നണിക്ക് പരസ്യ പ്രചരണം ഇല്ലാത്തത്. M സ്വരാജ് നാളെ സുഹൃത്തുക്കളുടെ വീട്ടിലും വ്യക്തികളെ കാണാൻ ഈദ്ഗാഹിലും ഒക്കെ പോയി വോട്ട് പിടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ തെരഞ്ഞെടുപ്പ് രംഗം വലിയ ചൂടിലേക്ക് എത്തുവാണ് അമൃത. വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രചരണ വിഷയങ്ങൾ വരുന്നതോടുകൂടി നിലമ്പൂർ ഇങ്ങനെ കത്തി അങ്ങ് കയറും. സൈഫി പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ പ്രചാരണത്തിനായി കിട്ടുന്നുണ്ട്. പക്ഷേ സൈഫി, നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ എല്ലാ വിഷയങ്ങളും ചർച്ചയാകുന്ന ഒരു സമയം കൂടിയാണ്. നേരത്തെ സൈഫ് സ്വരാജിന്റെ അടുത്തുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ വന്നിരുന്നല്ലോ. ഈ പെരുന്നാൾ അവധി, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഉണ്ടായി ഭാരതാംബ ചിത്ര വിവാദം, ഇതിനൊക്കെ കുറിച്ച് എന്താണ് സ്ഥാനാർത്ഥിയുടെ പ്രതികരണം? അതെ അമൃത, തെരഞ്ഞെടുപ്പായതുകൊണ്ട് അമൃത ഇപ്പോൾ സൂചിപ്പിച്ച പോലെ എന്തും വിഷയമാണ്. ഒരു നാക്കെടുത്ത് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോൾ അതിനകത്ത് നാക്ക് പിഴ ഉണ്ടെങ്കിൽ അതുപോലും തെരഞ്ഞെടുപ്പിൽ വിഷയമാണ്. കാരണം ഒരു വാചകത്തിൽ പിടിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ച് കളയും രാഷ്ട്രീയ പാർട്ടികൾ.